Hello my dear friends, once again welcome back to my channel midhuntraveltech. നമ്മൾ ഒരു ട്യൂട്ടോറിയലിലേക്ക് പോവുകയാണ് ഫേസ്ബുക്ക് ആഡ്സ്. ആക്ച്വലി ഫേസ്ബുക്ക് ആഡ്സ് പലർക്കും പല തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ട്. അതായത് നിങ്ങളുടെ ബിസിനസ് പേജിൽ കാണുന്ന ബൂസ്റ്റ് പേജ് അതാണ് ഫേസ്ബുക്ക് ആഡ്സ് എന്നുള്ള ഒരു പല ഡൗട്ടും ഉണ്ട്. അത് തീർത്തും അതിൻ്റെ ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ്. പേജ് ബൂസ്റ്റ് എന്ന് പറയുന്നതും വേറെ ഡിഫറൻ്റ് ആയ ഒന്ന് തന്നെയാണ്. ഇത് തമ്മിൽ ഒരു ചെറിയ റിലേഷൻ മാത്രമേ ഉള്ളൂ. ആക്ച്വലി നിങ്ങളുടെ ബ്രാൻഡ് പ്രൊമോഷൻ ആണെങ്കിലും അതുപോലെ ലീഡ് ജനറേഷൻ ആണെങ്കിലും അതുപോലെ കസ്റ്റമർ ഡാറ്റ കളക്ഷൻ ആണെങ്കിലും വളരെ ചീപ്പിൽ തന്നെ നമുക്ക് വളരെ വണ്ടർഫുള്ളായ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഫേസ്ബുക്ക് ആഡ്സ്. നാം അതിൻ്റെ ബേസിക് ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. എങ്ങനെയാണ് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഫേസ്ബുക്ക് പേജിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്, അത്തരത്തിലുള്ള ബേസിക് ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, അതും അറിയാത്തതായി ഇവിടെ പലരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഇന്ന് ഈ ട്യൂട്ടോറിയലിലേക്ക് പോകുന്നത്. ഇതൊരു 1, 2, 3 അങ്ങനെ 2-3 ഭാഗങ്ങളായിട്ടായിരിക്കും ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ ഫണ്ടമെൻ്റൽ തൊട്ട് അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പെയ്ഡ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതേ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് അതേ ലെസൺസ് കൃത്യമായിട്ട് ഞാൻ ഇതിൽ പഠിപ്പിച്ചു തരും. അതുകൊണ്ട് നമുക്ക് നേരെ ആ ഒരു ട്യൂട്ടോറിയലിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള ട്രാവൽ ടെക് വീഡിയോസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അതുകൊണ്ട് നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഡിയർ ഫ്രണ്ട്സ്, ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ നെയിമിന് അരികിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിലാണെങ്കിൽ മൊബൈലിലെ ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് 3 ലൈൻസ് കാണും. ആ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അതിനുശേഷം പേജസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നേരെ പോകുന്നത് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൻ്റെ നെയിം കൊടുക്കാം, കാറ്റഗറി, ഡിസ്ക്രിപ്ഷൻ എന്നിവയെല്ലാം കൊടുക്കുന്ന ഭാഗമാണ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ രണ്ടാമത് കാണുന്ന കാറ്റഗറിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഏതാണ് കാറ്റഗറി അതിൽ നിലവിൽ ഫേസ്ബുക്ക് തന്നെ കുറച്ച് ഓപ്ഷൻ കാണിച്ചു തരും. ഇപ്പം ഞാൻ ഒരു ട്രാവൽ കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ട്രാവലിന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പലതരം ഓപ്ഷൻസ് കാണും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. നമുക്ക് ട്യൂട്ടോറിയലിന് വേണ്ടി നിലവിൽ നമുക്കൊരു ട്രാവൽ കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഇതിൽ കാണിക്കാം. അതിനുശേഷം കമ്പനിയുടെ നെയിം കൊടുക്കുക. അതിൽ എറർ വരാനുള്ള കാരണം ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതാണ് അവിടെ ഒരു എറർ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ദെൻ ക്രിയേറ്റ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് നിങ്ങളുടെ കമ്പനിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിനോ അനുയോജ്യമായ ഒരു പേജ് ഓൾറെഡി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വേറൊരു ഭാഗമായ നമുക്ക് കാണാൻ സാധിക്കും. ആ കാണുന്ന ഭാഗം ഫേസ്ബുക്ക് കവറാണ്. ഫേസ്ബുക്ക് കവർ എന്നാണ് പറയുന്നത്. റൗണ്ടിൽ കാണുന്നത് ഫേസ്ബുക്കിൻ്റെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലോഗോ എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അതെല്ലാം എങ്ങനെയാണ് എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പേജ് ക്രിയേറ്റ് ആയോ എന്നൊന്നറിയാം. നമ്മുടെ പ്രൊഫൈൽ അക്കൗണ്ടിൽ പോയി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിൽ പേജസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ്. ട്രാവൽ കമ്പനി എന്നാണ് നമ്മളതിന് പേരിട്ടത്. ആ പേജ് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കസ്റ്റമൈസേഷനിലേക്ക് പോകാം. ആ പേജ് എങ്ങനെ കൂടുതൽ ഭംഗിയാക്കാം എന്നുള്ള ഒരു ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യം കാണുന്നത് ആ കവർ ഭാഗമാണ്. കവർ ഭാഗത്തെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ആവശ്യമായ ഫേസ്ബുക്ക് കവർ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നേരെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഗൂഗിളിൽ നിന്ന് കറക്റ്റ് ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. നമുക്ക് വേണ്ട കണ്ടൻറ്റ് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ യൂസേജ് റൈറ്റ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ
അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരില്ല. ഇവിടെ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ക്യാൻവയിൽ എഡിറ്റ് ചെയ്യാനാണ്. ക്യാൻവ അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ മുകളിലുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല ക്യാൻവയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈസിലുള്ളതാണ് എന്നുള്ള കൺഫ്യൂഷനൊന്നും വരില്ല. ഇപ്പോൾ ഇവിടെ കാണാം ഫേസ്ബുക്ക് കവർ എന്ന്. അതിൽ ക്ലിക്ക് ചെയ്തതിന് കറക്റ്റ് അതിന് സ്യൂട്ടബിളായ അതേ സൈസിലുള്ള ഇമേജസ് നമുക്ക് കിട്ടും. അത് ഏത് കാറ്റഗറി എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറി, ഇപ്പം നമുക്ക് ട്രാവൽ കാറ്റഗറി ആണെങ്കിൽ ട്രാവൽ കാറ്റഗറിയിൽ ഫേസ്ബുക്ക് കവറിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ഇമേജസ് ഒത്തിരി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ക്യാൻവയാണ്. അത് നിങ്ങൾ ആ ട്യൂട്ടോറിയലിൽ പോയി പഠിക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പോസ്റ്ററും ലോഗോയും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, ഞാൻ ആ ഫേസ്ബുക്ക് കവർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെർച്ച് ബാറിൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻസി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒത്തിരി ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് കിട്ടും. അത് എക്സാക്റ്റ് സൈസിൽ തന്നെയാണ്. ഇവിടെ കാണുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പേരെല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ പിക്ചർ മാറ്റണമെങ്കിൽ പിക്ചർ മാറ്റാൻ സാധിക്കും. വേറെ പുതിയ പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ലോഗോയും ചെയ്യുന്നത്. ലോഗോയും ഇതുപോലെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ട്രാവൽ റിലേറ്റഡ് ലോഗോ എന്ന രീതിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ലോഗോ കിട്ടും. ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഈസി ആയിട്ട് ഇതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വളരെ മനോഹരമാക്കി വെക്കുവാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് ആ ട്യൂട്ടോറിയൽ ലഭിക്കുന്നതാണ്. എനിവേ നമുക്ക് ഈ പേജ് ഞാനിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ലോഗോയും അതുപോലെ ഫേസ്ബുക്ക് കവറും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഓൾമോസ്റ്റ് നമ്മുടെ പേജ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആഡ് ബട്ടൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത്, നിങ്ങളുടെ ഫോൺ നമ്പറോ വാട്സാപ്പോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. കസ്റ്റമർ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കോൾ നൗ എന്നുള്ള ബട്ടൺ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാം. ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ട് നിങ്ങളത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ അവിടെ ആഡ് ആവും. അപ്പം കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് വിളിക്കാനും വാട്സാപ്പ് ചെയ്യാനും അതല്ലെങ്കിൽ മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് ഓപ്ഷൻ എല്ലാം കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പേഴ്സണലായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് ഫേസ്ബുക്ക് ആഡ്സിനെ കുറിച്ച് പഠിക്കും. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഫേസ്ബുക്ക് ആഡ് ചെയ്യുവാനും അതുപോലെ പ്രൊമോഷനും അതുപോലെ നിങ്ങളുടെ ഡാറ്റ കളക്ഷനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ വളരെ ബേസിക്കായ കാര്യം മാത്രമാണ് പറഞ്ഞു തന്നത്. അടുത്ത ക്ലാസ്സിൽ ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിലെങ്ങനെയാണ് ആഡ്സ് റൺ ചെയ്യുന്നത് എന്നും പഠിക്കാം. എനിവേ, താങ്ക് യു. ബൈ ബൈ.